5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. രമേശ് ചെന്നിത്തല വീണ്ടും ഹീറോ ആവുകയാണോ? അദ്ദേഹം പറഞ്ഞുവെന്ന് ഉള്ള ഒരു വാർത്ത മാതൃഭൂമിയിൽ വന്നതായി സോഷ്യൽ ഹാൻഡിലുകളിൽ കറങ്ങുന്നുണ്ട്. എന്നാൽ ആ വാർത്ത സെർച്ച് ചെയ്യുമ്പോൾ URL കിട്ടുന്നുമില്ല. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന ഇതാണ്: മുസ്ലിം ലീഗിനെ UDF നിലനിർത്തുന്നത് ബാധ്യതയാകും എന്നുള്ള നിലയിലാണ്. എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പറയുവാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. പക്ഷേ മുസ്ലിം ലീഗിനെ എല്ലാവർക്കും ഒരു പരിധിവരെ ഭയവുമുണ്ട്, ആവശ്യവുമുണ്ട്. ലീഗിനെ പിളർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലും അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്നൊക്കെ പറഞ്ഞ് ലീഗിനെ പിളർത്തിയെടുത്തിട്ടുണ്ട്. ലീഗിനെ തന്നെ 3 കഷ്ണമാക്കിയിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ് പാണക്കാട് ശിഹാബ് തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ ശക്തമായ ഒരു സാമുദായിക സംഘടന എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കേരളത്തിലുണ്ട്. 10-21 സീറ്റുകളൊക്കെ ഇപ്പോൾ 18ഓളം സീറ്റുകൾ അവർക്കുണ്ട്. നേരത്തെ 21 സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അതിശക്തമായ ഒരു പാർട്ടിയാണ് മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ കോഴിക്കോടും മലപ്പുറം ജില്ലകളിൽ, പ്രത്യേകിച്ച് മലപ്പുറം, പിന്നെ കോഴിക്കോടിൻ്റെ ഭാഗങ്ങളിലും. കോഴിക്കോട് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കുറേ സ്വാധീനമുള്ള ജില്ലയാണ്, കോൺഗ്രസിനും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ലീഗ് വളരെ ശക്തമാണ്. പലപ്പോഴും UDFിലെ രണ്ടാം കക്ഷിയാണ്. CH മുഹമ്മദ് കോയ ഉപമുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട്. ശക്തമായ വകുപ്പുകൾ, പൊതുമരാമത്ത് വകുപ്പ് പോലുള്ള വളരെ പഞ്ചായത്ത് വകുപ്പൊക്കെ പോലുള്ള, വിദ്യാഭ്യാസ വകുപ്പൊക്കെ പോലുള്ള വളരെ ശക്തമായ വകുപ്പുകൾ എപ്പോഴും UDFിൻ്റെ കാലത്ത് തീർച്ചയായും അത് ലീഗാണ് കൈകാര്യം ചെയ്യുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടയ്ക്ക് ലീഗ് ഘടകകക്ഷിയായിരുന്നു. ലീഗിൽ ഇടതുപക്ഷ മുന്നണിയിൽ LDFിൽ MP രാഘവൻ്റെ ഒരു പ്രശ്നം വരുന്നത് തന്നെ ലീഗിനെ എടുക്കണമോ വേണ്ടയോ, എന്തായിരിക്കണം വർഗീയ സംഘടനകളോടുള്ള ഒരു സമവായം, അല്ലെങ്കിൽ അതിൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ചൊരു തർക്കമാണ്. അപ്പോൾ ലീഗ് ഒരു വർഗീയവാദിയ സംഘടനയാണ്, ന്യൂനപക്ഷ വർഗീയ സംഘടനയാണ് എന്ന് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള, കാരണം അതിനകത്ത് കൂടുതൽ ആളുകളും ന്യൂനപക്ഷക്കാരാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് കൂടുതലുള്ളത്. പിന്നെ പാർട്ടിയുടെ പേരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. അതുപോലെ തന്നെ കൊടിയുടെ നിറവും ചന്ദ്രക്കലയും എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പാർട്ടിയാണോ എന്ന് തോന്നുന്ന നിലയിലുള്ള അടയാളങ്ങളാണ് അവർക്കുള്ളത്, പേരിലും കൊടിയിലും എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഗിനെ ഒരു മുസ്ലിം പാർട്ടിയായി കാണാനാണ് പലരും താല്പര്യപ്പെടുന്നത്. അവർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ മതേതര പാർട്ടിയാണ് എന്നൊക്കെ പറയുന്ന, ഈ ഇടയ്ക്ക് ഒരു ഹിന്ദുവിനെ, രാമനെ, UC രാമനെ MLA ആക്കിയിരുന്നു. പിന്നെ ഒരു സ്ത്രീയെ ഇപ്പോൾ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ഇപ്പോൾ അവരുടെ കേന്ദ്ര നിർവാഹക സമിതിയിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നടക്കുമ്പോഴും ലീഗിനെക്കുറിച്ച് രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസ്താവന ഗൗരവമായി ഇപ്പോൾ കറങ്ങുന്നുണ്ട്. അത് എപ്പോൾ പറഞ്ഞതാണെന്നറിയില്ല. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ശേഖരിക്കേണ്ടതുണ്ട്. എന്തായാലും ലീഗ് ഒരു ബാധ്യതയാകും. കാരണം കേരളത്തിൽ പലപ്പോഴും അവർക്ക് അതുപോലെ തന്നെ 5ാം മന്ത്രി എന്നൊക്കെ പറഞ്ഞ് മഞ്ഞളാംകുഴി അലിക്ക് വേണ്ടി 5ാം മന്ത്രി, 4 മന്ത്രിമാരാണ് അവർക്ക് അന്ന് ഉണ്ടായിരുന്നത്. 5ാം മന്ത്രി വേണം എന്നൊരു 5ാം മന്ത്രിവാദം ലീഗ് നേരത്തെ വച്ചിരുന്നു. പക്ഷേ രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. പലപ്പോഴും വാദങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും വിലപേശലുകളുടെയും MLAമാരുടെ എണ്ണത്തിൻ്റെ അംഗബലത്തിലുള്ള തർക്കങ്ങളുടെയും ഒക്കെ ഒരു വേദി തന്നെയാണ് രാഷ്ട്രീയം. എന്തായാലും ലീഗ് ഒരു ബാധ്യതയാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. രമേശ് ചെന്നിത്തലയുടെ ഈ പ്രസ്താവന ശരിയാണെങ്കിൽ എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായങ്ങൾ തീർക്കുക എന്നറിയില്ല. അത് എപ്പോൾ പറഞ്ഞതാണെന്നുള്ളതിനെ സംബന്ധിച്ചൊരു ആധികാരികതയില്ല, എങ്കിലും ഞാൻ സംസാരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ ഹാൻഡിലുകളിൽ വളരെ ഗൗരവമായി കറങ്ങുന്നൊരു കാര്യമാണ് രമേശ് ചെന്നിത്തല ലീഗ് ബാധ്യതയാണ് LDFന് അല്ലെ UDFന് എന്ന് പറഞ്ഞ് വലിയൊരു വിവാദമായ പ്രസ്താവന വന്നിട്ടുണ്ട്.